ഹലോ ഗൈസ്, ഇന്ന് രാവിലെ കൊല്ലം വരെ പോയായിരുന്നു. പോയ വഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഏകദേശം 2 മണിക്കൂറോളം ബ്ലോക്കിൽ തന്നെ നിന്ന്. എൻ എച്ച് യുടെ പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഷോർട്ട് കട്ട് വഴി പോകാമെന്ന് വിചാരിച്ച് ഒരു കാറുകാരൻ്റെ പുറകെ പോയത്. വഴി തെറ്റി വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. ഇത് ഏതാ സ്ഥലം എന്ന് പോലും ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. ലൊക്കേഷൻ ഇട്ട് ഇതിൻ്റെ ലാസ്റ്റ് ചെന്നപ്പോഴത്തേക്ക് ഇരവിപുരം എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും തോന്നും ഇത് ഇരവിപുരത്തിൻ്റെ സൈഡ് ആവാനായിരിക്കും ചാൻസ്. അറിയില്ല, അറിയാവുന്നവരാരെങ്കിലും കമൻറ്റ് ചെയ്ത് എവിടാണെന്ന്. പക്ഷേ ഒരു സൈഡ് മൊത്തം നല്ല രസമായിരുന്നു കാണാൻ. ഇങ്ങനെ ബീച്ചും മറു സൈഡിലാണെങ്കിൽ ആൾക്കാർ താമസിക്കുമായിരുന്നു, അവരുടെ വീടുകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ബീച്ചിലും കൂടെ ഇറങ്ങിയേക്കാം. അങ്ങനെ ബീച്ച് ഇറങ്ങിയപ്പോഴത്തേക്ക് തീരദേശത്ത് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രാനുൾ ഒരു ടൈപ്പ് മൊത്തം ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ അടിഞ്ഞേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം കണ്ടെയ്നർ ആണെങ്കിൽ അപകടത്തിൽപ്പെട്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് വന്ന വേസ്റ്റ് ആകാനാണ് ചാൻസ്. ഈ സ്ഥലത്ത് മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞായിരിക്കുന്നു. ഒരു സൈഡ് മൊത്തം ഉണ്ട്, അങ്ങോട്ട് പോകുന്ന സൈഡുകൾ മൊത്തം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ കടലാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല രീതിയിൽ തിരമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടൻ അവിടെ നിന്നിട്ട് ചൂണ്ടയിടുമായിരുന്നു മീനിന് വേണ്ടി. ഇപ്പം മീനൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ലല്ലോ. കിട്ടിയാൽ തന്നെ ആൾക്കാർ മേടിക്കാറുമില്ല. ഇപ്പം കണ്ടെയ്നർ മറിഞ്ഞതിന് ശേഷം മീൻ കഴിപ്പൊക്കെ വളരെ കുറവാണ്, കഴിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇങ്ങനെ പാറ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ അങ്ങോട്ട് കടലിൻ്റെ അങ്ങോട്ട് പോയി ഇങ്ങനെ നിൽക്കുകയൊക്കെ ചെയ്യാം. ഇതുപോലെ തന്നെ അപ്പുറത്തും കെട്ടിയിട്ടിട്ടുണ്ട്. അങ്ങനെ ഞാനും അവിടെ പോയി നിന്ന് പ്രതീക്ഷിക്കാതെ തിരമാല ഇങ്ങനെ അടിച്ചു കയറി. ആദ്യം എനിക്കൊക്കെ പേടിയായി, എന്നാലും നനഞ്ഞു. എന്നാൽ പിന്നെ ഒന്നും കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ വിചാരിക്കുന്നതല്ല, പ്രതീക്ഷയ്ക്കപ്പുറമാണ് തിരമാല വന്ന് അടിക്കുന്നത്. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇനി കുറച്ചുകൂടെ പേടിയായി. ഞാനങ്ങ് അവിടുന്ന് പിന്നെ അങ്ങ് മാറി. തിരമാലയാണെങ്കിൽ ഒരു രക്ഷയില്ലായിരുന്നു. ആ സൈഡും മറു സൈഡും എല്ലാം ഇങ്ങനെ കിടന്ന് തിരമാല അടിക്കുക. കടലിന് തന്നെ മൊത്തത്തിൽ മൈൻഡ് മൊത്തം പോയെന്ന് തോന്നും. ആ ടൈപ്പിലായിരുന്നു തിരമാല അടിച്ചുകൊണ്ടേയിരുന്നു. നല്ല ഫാസ്റ്റായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ സമയം അതായതുകൊണ്ടായിരിക്കും തിരമാല ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകാമെന്ന് വിചാരിച്ചപ്പോൾ പുറകെ കൂടെ വന്നിട്ട് തിരമാല അടിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ കുറേ കാഴ്ചകളൊക്കെ അവിടെ നിന്നിട്ട് കുറേ നേരം ആസ്വദിച്ചിട്ട് പിന്നെ പതിയെ അങ്ങ് പോയി. ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ, വേറെ വിശേഷമൊന്നുമില്ല. എന്നാൽ പിന്നെ ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോ.